എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ബ്രെഡും പാലും ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുഗളായി ഡെസേർട്ടായ ഷാഹി തുക്ടയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിന് ഷാഹി തുക്ര എന്നും പറയും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് 1/2 ലിറ്റർ ഫുൾ ഫാറ്റായിട്ടുള്ള പാലാണ്. പാലൊരു കുഴിയുള്ള സോസ് പാനിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര ചേർത്തതുകൊണ്ട് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കൂടി ചെയ്യണം. പാലൊക്കെ നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഒരു 1/2 ലിറ്റർ പാലും 1/4 കപ്പ് പഞ്ചസാരയും കൂടി എടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി പകുതിയാകുന്നത് വരെ വറ്റിച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് പാലിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 120 മില്ലി കണ്ടൻസ്ഡ് മിൽക്ക്. പാലും പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർന്ന് ഈ കൂട്ട് പകുതി അളവാകുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ചെയ്തെടുക്കാം. പാല് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ മുറിച്ച് കോണോട് കോണൊന്ന് മുറിച്ചെടുക്കാം. ബ്രെഡ് ഇവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബദാമും പിസ്താഷ്യവും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴേക്ക് ഈ പാനിലേക്ക് ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഈ സമയമായപ്പോഴേക്ക് പാലൊരു 1/4 അളവായി വന്നിട്ടുണ്ട്. ഇതിനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പകുതി അളവാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ബ്രെഡിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതുപോലെ പാനിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ 2 സൈഡും ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞ് കളറൊക്കെ മാറിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. ഈ സമയമായപ്പോഴേക്ക് പാൽ ഒന്നും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ 2-3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി അടുപ്പത്ത് നിന്ന് മാറ്റാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കുക എന്നുള്ളതാണ്. 1/4 കപ്പ് പഞ്ചസാര ഒരു ചെറിയ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയിലേക്ക് നേർ പകുതി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. നല്ല തിക്കായിട്ടുള്ള പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 2 നൂൽ പരുവാകുന്നത് വരെ ഈ പഞ്ചസാരയൊന്ന് ഇളക്കിയെടുക്കണം. അതായത് തൊട്ട് നോക്കുമ്പോൾ 1 നൂൽ പരുവാകുന്നതും കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയമായപ്പോഴേക്ക് പാലിവിടെ പകുതി അളവിലായി വന്നിട്ടുണ്ട്. ഷാഹി തുക്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള റാബിഡിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുന്ന ഈ ഐറ്റത്തിന് റാബിഡി എന്നാണ് പറയുന്നത്. ഇതുപോലെ പാല് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഷാഹി തുക്ട ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ് ഡിഷിലേക്ക് കുറച്ച് പിസ്താഷ്യവും ബദാമും കൂടെ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് റാബിഡി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ടോസ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 5 പീസ് ബ്രെഡ് നിരത്തി വെച്ചിട്ടുണ്ട്. ബ്രെഡിന് മുകളിലായിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാതെ ഈ ബ്രെഡിൻ്റെ സ്ലൈസ് ഇതിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഒരുപാട് പഞ്ചസാര പാനി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പഞ്ചസാര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റാബിഡിയും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെക്കുന്നുണ്ട്. ഇതുപോലെ കഴിക്കുമ്പോൾ തണുപ്പ് താല്പര്യമില്ലാത്തവർക്ക് ചെറിയ ചൂടോടുകൂടിയോ ചൂട് മാറിയതിന് ശേഷമോ കഴിക്കാം. അങ്ങനെ കഴിച്ചാലും ഇതിന് നല്ല ടേസ്റ്റാണ്.
ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ഷാഹി തുക്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യാനുസരണം കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഐറ്റമാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.